പേക്കൊക്കെ ഇട്ടിട്ടേ മുടി കഴുകി കളയാൻ ഒരുപാട് കുട്ടികൾക്ക് മടിയാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് മുടി പേക്കിടാതെ തന്നെ നന്നായി വളർത്താം. ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ മുടി കഴുകണം എന്നില്ല കേട്ടോ, കുളിക്കണം എന്നില്ല. പിന്നീട് അതങ്ങനെ നമ്മളെ മുടിയിൽ അബ്സോർവായി മുടി നല്ല ഗ്രോത്തോടു കൂടി വളരും. കണ്ട വെള്ള മുടി. ആ ടോണർ എന്താണെന്ന് കാണാൻ വീഡിയോ മുഴുവനായി കാണണം കേട്ടോ. നമുക്ക് ആ വീഡിയോയിൽ കാണാം എന്തൊക്കെ ചേർത്തിട്ടാണ് ഈ ടോണർ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ടോണർ ഉണ്ടാക്കാൻ പോയിട്ട് നമുക്ക് വേണ്ടത് ജഡാമഞ്ചിയാണ്. കണ്ടോ, ഇതാണ്. ഇത് നമ്മൾ ആയുർവേദ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒന്നാന്തരാണ് കേട്ടോ ജഡാമഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായിട്ട് നമുക്ക് വേണ്ടത് കണ്ടോ, നമ്മളെ കറിവേപ്പില, നമ്മളെ വീട്ടിലത്തെ കറിവേപ്പില തന്നെയാണ് കേട്ടോ. വേണ്ടത് ഉലുവയാണ്. ജഡാമഞ്ചിയിൽ മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകണം. കണ്ടോ, ഇങ്ങനത്തെ ഒരു 3 പേരാണ് നമുക്ക് ആവശ്യം. ഈ ചതച്ചെടുക്കണം കേട്ടോ, എങ്കിലാണ് ഇതിൻ്റെ എസൻസൊക്കെ ഇതിലേക്ക് ഇറങ്ങുള്ളൂ. മഞ്ചി നമ്മൾ അതാ ചെമ്പിൽ വെച്ചു. 1 ഗ്ലാസ് വെള്ളം പാർന്നു, 1 കപ്പ് വെള്ളം പാർന്നു. എന്നിട്ട് നമ്മൾ നന്നായി തിളപ്പിക്കണം. അതിന് കണ്ടോ, പിന്നെ നമ്മൾ കറിവേപ്പില നന്നായി കഴുകിക്കണു. ഇതിലെ ഇലകൾ ഊരിയിടുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുളിക്കണം എന്നില്ല കേട്ടോ. കുളിക്കാൻ മടിയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ചവരാണെങ്കിലും വൈകുന്നേരത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ. രാത്രി മുടി പക്ഷെ ഒന്ന് ഉണങ്ങണം, എന്നിട്ട് കെട്ടി വെക്കാവൂ. കണ്ടോ, ഉലുവ, കറിവേപ്പില, ഉലുവ, ജഡാമഞ്ചി ഇത്രേ വേണ്ടു നമുക്ക്. ഇത് നല്ല തിളച്ച് 1 ഗ്ലാസ് 1/2 ഗ്ലാസ് ആവുന്നവരെ കുതിരട്ടെ, തിളച്ച് കുറുകട്ടെ. അപ്പോൾ നമുക്ക് ഇതേ ബാക്കി വന്നാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇത് ബാക്കി തൂക്കണ്ട, കേട് വരില്ല. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പുറത്ത് സ്റ്റോർ ചെയ്താലും കേടൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മുടി നല്ല ഗ്രോത്ത് ആവും മക്കളെ. അപ്പോൾ നമ്മളിത് കുളിക്കാതെ തേക്കണം, അല്ലെങ്കിൽ ഇത് തേക്കണ ദിവസം എണ്ണ തേക്കാൻ പാടില്ല എന്ന് വേറൊരു പ്രത്യേകത. ഇനി നിങ്ങൾക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇത് തേച്ചിട്ട് നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് തലയിൽ വെക്കാൻ പറ്റിച്ചാൽ സൂപ്പറാണ്. അത് നല്ലോണം തലയോട്ടിയിലേക്ക് അബ്സോർവ് ആയിക്കോട്ടെ. എന്നിട്ട് നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ നിങ്ങളിത് തേച്ച് കഴിഞ്ഞാലേ. എന്നിട്ട് നിങ്ങൾ കുളിക്കാതെയും ഇതങ്ങനെ ജോലിക്ക് പോകണവർക്ക് അങ്ങനെ പോകാട്ടോ. അല്ലെങ്കിൽ രാവിലെ കുളിച്ചവർക്ക് ഇത് രാത്രി വേണമെങ്കിലും തേക്കാം. ദിവസത്തിൽ 1-2 തവണ ഇത് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ജലദോഷമൊക്കെ പിടിക്കണവർ ശ്രദ്ധിക്കണം. ജലദോഷമൊന്നും പിടിക്കാതെയുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ, യാതൊരു കേടുമില്ല. അപ്പോൾ ഇത് കണ്ട പകുതി വേവായി. കണ്ടോ, ഇത് നല്ല തിളച്ചിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറും കേട്ടോ. ഇതിന് ചുവന്ന കളർ ഇങ്ങനെ വരും. ചുവന്ന പറഞ്ഞാൽ നമ്മളെ ചായപ്പൊടിയുടെയൊക്കെ പോലത്തെ കളറേ വരുള്ളൂ. ജഡാമഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ തലച്ചോറിന് നല്ല തണുപ്പ് നൽകും കേട്ടോ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉണ്ട്, പ്രകൃതിദത്ത ഘടകങ്ങളും ഇതിൽ ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, അപ്പോൾ അതൊക്കെ മാനസിക സമ്മർദ്ദം നല്ലോണം കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഉറക്കമില്ലായ്മ മാറും ചെയ്യും, നല്ല ഉറക്കം കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടിയിലും കൂടി മുടി വളരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ മാനസിക സമ്മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടി വളർച്ചയൊക്കെ നന്നായിട്ട് കൂടും കേട്ടോ. ഈ മാനസിക സമ്മർദ്ദം മുടി വളർച്ചയ്ക്ക് നല്ലൊരു തടസ്സമാണ്. അപ്പോൾ നമ്മൾക്ക് ഉറക്കമില്ലായ്മയാണെങ്കിലോ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ജഡാമഞ്ചിയുടെ ടോണർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കറിവേപ്പില ഉലുവയും ചേർത്തിരുന്നു. അപ്പോൾ നമുക്ക് നല്ല സുഖം കിട്ടും, മാനസിക സുഖം കിട്ടും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും മാറും. കഷണ്ടിയിലടക്കം മുടി വളരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കഷണ്ടി ഉള്ളവരൊക്കെ ഇതൊന്നും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഇനി ഇതിലത്തെ ഉലുവയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിക്കോട്ടിനിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്, ധാരാളം പ്രോട്ടീനും ഉണ്ട്. അത് കാരണം നമ്മളെ മുടി കൊഴിച്ചിലും മുടിക്ക് നല്ല ബലവും കിട്ടും കേട്ടോ. മുടി വേരുകൾക്ക് നല്ല ബലം നൽകാൻ നമ്മളുടെ ഉലുവ നല്ലൊരു സഹായമാണ്. ബീറ്റ കരോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അമിനോ ആസിഡുകൾ നല്ലോണ്ട്. അത് കാരണം നമ്മളെ മുടി വളർച്ച നന്നായി കൂട്ടും. കാരണം അകാല നര കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മളെ താരൻ, മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറ്റി മുടിക്ക് നല്ല സ്വാഭാവികമായ കറുപ്പ് കളറ് നൽകാൻ നമ്മളുടെ കറിവേപ്പിലയ്ക്ക് നല്ലൊരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ 3 സാധനങ്ങളും വെച്ചിട്ട് മാത്രം വേണം ടോണർ ഉണ്ടാക്കാൻ. ഇത് നിങ്ങൾക്ക് രാവിലെ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ വേണമെങ്കിലും തേക്കാം. രാത്രി ഉറങ്ങണതിൻ്റെ 1 മണിക്കൂർ മുന്നേ വേണമെങ്കിൽ തലയിൽ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്ത് തേച്ച് പിടിപ്പിക്കുക. നമ്മളുടെ ഉലുവ, ജഡാമഞ്ചി, കറിവേപ്പില മൂന്നിൻ്റെയും കൂടി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു മാന്ത്രിക കൂട്ട് ഹെയർ ടോണർ തന്നെയാണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കണം.
നോക്കണം. മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോണവർക്കും കഷണ്ടി നെറ്റി കയറുന്നവർക്കും ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന അഭിപ്രായം പറയണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മകളുടെ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, അവൻ ഓരോ കോമാളി കാട്ടുണ്ട്, അതാണ് കേട്ടോ ഞാൻ ചിരിക്കണത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.